ആക്ച്വലി അൽഫോൺസ് പുത്രനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഞങ്ങളൊരു ബാച്ചായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയൊരു സംഭവം പ്രോസ്തറ്റിക്സ് ഞാൻ തന്നെ ചെയ്ത് ഒരു സീനിലൊരു പ്രോസ്തറ്റിക്സ് ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 23rd ഞാൻ ഫസ്റ്റ് ചെയ്തത് എമ്പുരാൻ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ അഭിമന്യു സിംഗ് എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ ചെയ്ത ആൾ മരിക്കുമ്പം ഉള്ളൊരു സീൻ. ഏറ്റവും വലിയ അപ്രിസിയേഷൻ കിട്ടിയത് എവിടെയായിരുന്നു? കമൽ സാർ ആക്ച്വലി ഞാനുമായിട്ട് കോണ്ടാക്ട് ഇതുവരെ സംസാരിക്കുന്ന അവസരം വന്നിട്ടില്ല. പക്ഷെ മാം ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് മുതലേ കമൽ സാറിന് നമ്മൾ ചെയ്യുന്ന ലുക്കുകളെല്ലാം അയക്കുന്നുണ്ടായിരുന്നു. മധുരയിലുള്ള ഒരു പാർട്ടി, അവിടുത്തെ പാർട്ടിമാർക്കൊരു പ്രത്യേക ഒരു ശൈലിയാണ്. അപ്പം അതേ ചെവി നമ്മൾ നീളത്തിലത് പ്രോസ്തറ്റിക്സിൽ തന്നെ ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. വലിയ ഹോള്. ഹലോ എവരിവൺ, പ്രോസ്തെറ്റിക് മേക്കപ്പ് ആർട്ടിസ്റ്റ് വിനീഷ് വിജയനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ. ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു കാലം ഇപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഞാൻ ആക്ച്വലി 2 വർഷം ആവുന്നു ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. 2 വർഷം ആവുന്നുള്ളൂ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്, സിനിമയിലേക്ക് വന്നു. അപ്പോൾ എനിക്കൊരു കോളേജ് പഠിക്കുന്ന കാലം മുതൽ എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു പ്രോസ്തെറ്റിക് മേക്കപ്പിലേക്ക്. അപ്പം ഇതിനകത്ത് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വരുന്ന സിനിമകളിൽ, ഇപ്പോഴും നല്ല എല്ലാ കാലത്തും പ്രോസ്തെറ്റിക്സിൻ്റെ സിനിമയിൽ വലിയൊരു സാധ്യത ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ടെക്നിക്കലി ഇതിനെപ്പറ്റി പഠിക്കാനും ഇതിലേക്ക് വരാനും ഉള്ള അവസരങ്ങൾ കുറവായതുകൊണ്ട് അധികം ആർട്ടിസ്റ്റുകളിലേക്ക് വന്നിട്ടില്ല. അപ്പം ഞാനിതിൻ്റെ ഉള്ള ഒരു പാഷൻ്റെ പുറത്ത് ഞാൻ ഓൺലൈനായിട്ട് ആണ് പഠിച്ചത്. കോഴ്സ് ഓൺലൈനായിട്ടാണ് പഠിച്ചത്. ഞാൻ സ്റ്റാൻഡേർഡ് സ്കൂൾ ഓഫ് ക്യാരക്ടർ ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൻ്റെ ഓൺലൈൻ കോഴ്സ് വഴിയാണ് ഞാൻ പഠിച്ചത്. ഓൺലൈൻ പഠിക്കുമ്പോൾ ഉള്ള ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. നമ്മൾ സെറ്റിൽ പ്രാക്ടിക്കലായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും എക്സ്പീരിയൻസ് വഴി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഞാനിതിലേക്ക് വന്നത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ്. അപ്പം പക്ഷേ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഡിമാൻഡുണ്ട്. നമുക്ക് വരുന്ന എൻക്വയറീസ് ആണെങ്കിലും നമുക്ക് വളരെയധികം ഡിമാൻഡുള്ള ഒരു ഫീൽഡാണ്. പക്ഷേ എല്ലാ സിനിമകളിലും എവിടെയെങ്കിലൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഘടകമാണ്. പിന്നെ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് സ്കൾപ്റ്റിംഗ് അറിഞ്ഞിരിക്കണം. സ്കൾപ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു ബേസിക്. നമുക്ക് സ്കൾപ്റ്റിംഗ് അറിയെങ്കിൽ പ്രോസ്തെറ്റിക്സ് കുറച്ചുകൂടി ഈസിയാണ്. സ്കൾപ്റ്റിംഗ് സ്കിൽ ഉള്ള ആൾക്ക് പ്രോസ്തെറ്റിക്സ് വളരെ ഈസിയാണ്. പഠിക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ് സ്കൾപ്റ്റിംഗ്. പിന്നെ മേക്കപ്പിന്റെ ഒരു ബേസിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും. ഫിലിം മേക്കിംഗ് അല്ലേ പഠിച്ചത്? ഞാൻ ആദ്യം ഫിലിം മേക്കിംഗ് ആണ് പഠിച്ചത്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിലെ SI മീഡിയ കോളേജ്, അവിടെയാണ് ഞാൻ ഫിലിം മേക്കിംഗ് ആദ്യം പഠിച്ചത്. പക്ഷെ അതൊരു മിക്സ് ഓഫ് കോഴ്സാണ്. പക്ഷേ സിനിമോട്ടോഗ്രാഫി, ഡയറക്ഷൻ, എഡിറ്റിംഗ്, അങ്ങനെ ടെക്നിക്കലി എല്ലാത്തിനെയും പറ്റി പഠിക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷെ അതിൽ ഞാൻ പ്രോസ്തെറ്റിക്സിനെ പറ്റിയിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് സിനിമയുടെ മറ്റു മേഖലകളെല്ലാം പഠിക്കാം. അപ്പോൾ അന്ന് ഞാൻ അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഡയറക്ഷൻ ആയിരുന്നു കുറച്ചുകൂടെ താല്പര്യം. ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സൈഡിൽ നിൽക്കുന്നത്, പ്രോസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ വേറൊരു, രണ്ടും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പുറത്തേക്ക് ഒരു ചുവടുമാറ്റം എന്ന് പറയുന്നത്. അല്ല, ഞാൻ സ്കൾപ്ചേഴ്സ് ഞാൻ ചെറിയ വയസ്സ് മുതലേ ചെയ്യും. ഒരു 10 വയസ്സ് മുതലേ ഞാൻ സ്കൾപ്ചേഴ്സ് ചെയ്യും വീട്ടില്. എൻ്റെ ഒരു ഓൺ ഇൻട്രസ്റ്റിൽ ഞാൻ ക്ലേ വെച്ചിട്ട് ചെയ്യാറ്. അപ്പം പിന്നെ ഞാൻ +2 ആയപ്പോഴത്തേക്ക് ഞാനൊരു സോളോ എക്സിബിഷൻ ചെയ്തു. എൻ്റെ സ്കൾപ്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഞാനൊരു സോളോ എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, വീട്ടിലാരും ഇല്ല. ഇതെൻ്റെ ഒരു സ്വന്തം ഇൻട്രസ്റ്റ്, ഇഷ്ടം, അങ്ങനെ ചെയ്തതാണ്. അപ്പം അങ്ങനെ ചെയ്ത് സ്കൾപ്റ്റിംഗ് എനിക്ക് കുറേ സ്കൂളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുക, സ്റ്റേറ്റ് ലെവലിൽ ക്ലേ മോഡലിംഗ് കോമ്പറ്റീഷൻസ് ഞാൻ പ്രൈസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളുപരി ഞാൻ സ്കൾപ്ചറിൽ പുതുതായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ +2 ഒക്കെ ആയ സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഞാനൊരു സ്കെലിറ്റൺ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കെലിറ്റൺ അല്ല, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റാച്യു. അപ്പം സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇമേജിൽ നിന്നല്ലാണ്ട് ഫിസിക്കലായിട്ട് നമുക്ക് കണ്ടു പഠിക്കാൻ പറ്റും മസിൽസ്, ഇൻറ്റേർണൽ ഓർഗൻസ്. അത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ ചെയ്ത് കൊടുത്തിട്ട് അവിടെ എനിക്ക് വലിയൊരു എൻ്റെ സ്കൂൾ മാനേജർക്ക് എനിക്ക് വലിയൊരു ഫെസിലിറ്റേഷനും കാര്യങ്ങളൊക്കെ. അപ്പം ചെറുപ്പം മുതലേ ഈ സ്കൾപ്റ്റിംഗിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ +2 കഴിഞ്ഞിട്ട് നമുക്കൊരു ഫീൽഡ് എന്നുള്ള രീതി നോക്കുമ്പം
എനിക്ക് ഈ ടെക്നിക്കൽ മറ്റ് എഞ്ചിനീയറിങ് അങ്ങനെ പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം സ്കൾപ്റ്റിങ്ങിലേക്ക് പോയാൽ എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് ചൂസ് ചെയ്തു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ നാടകം അന്ന് ഈ സ്കൾപ്റ്റിങ്ങിന് ഇത്രയും ഒരു ഇല്ലായിരുന്നു. അന്ന് നമുക്ക് ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊരു ഫ്യൂച്ചർ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊരു പ്രൊഫഷൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർക്ക് ഒരു ഒരു കരിയർ എന്നുള്ള രീതിയിൽ ഉള്ള അവസരങ്ങൾ വളരെ വളരെ കുറവായിരുന്നു. സക്സസ്ഫുൾ ആയിട്ടുള്ള സ്കൾപ്റ്റേഴ്സ് വളരെ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് വീട്ടിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സ്കൾപ്റ്റിങ്ങിലേക്ക് പോയാൽ ഫ്യൂച്ചർ എന്താവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ കാനായി കുഞ്ഞിരാമൻ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൾപ്ചറൊക്കെ കണ്ടിട്ടാണ് ഞാൻ പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്കൾപ്ചറിന്റെ കാര്യങ്ങളായിട്ട് പോകുമ്പോഴായിരിക്കും ഫിലിം മേക്കപ്പിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അല്ല, മേക്കപ്പിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആക്ച്വലി. അപ്പം എനിക്ക് ഫിലിം മേക്കിംഗ് പഠിച്ചിട്ട് ഞാനൊരു ഷോർട്ട് ഫിലിം എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊജക്ട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ ആ ടൈം. അതെ അതെ അതെ. അപ്പം ആക്ച്വലി അൽഫോൺസ് പുത്രനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, ഞങ്ങളൊരു ബാച്ചായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയൊരു സംഭവം പ്രോസ്തറ്റിക്സ് ഞാൻ തന്നെ ചെയ്ത് ഒരു സീനിലൊരു പ്രോസ്തറ്റിക്സ് ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫൈൻ ആർട്സ് കോളേജ് ജോയിൻ ചെയ്തു, സ്കൾപ്ചറിൽ തന്നെ ഡിഗ്രി എടുക്കാനായിട്ട്. അപ്പോൾ സ്കൾപ്ചർ പഠിച്ചതിന് ശേഷം ഞാൻ സ്കൾപ്ചറിൽ തന്നെ കുറേ നാൾ സ്പെഷ്യലൈസ് ചെയ്ത് ഞാനൊരു കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ തന്നെ ഓൺ പ്രോഡക്ട്സ് സ്കൾപ്ചേഴ്സ് സെയിൽ ചെയ്യുന്ന പോലെയും കമ്മീഷൻ വർക്കുകളും അങ്ങനെ കുറച്ച് നാൾ പോയി. പിന്നീടാണ് ഞാൻ വീണ്ടും പ്രോസ്തറ്റിക്സിലേക്ക്, ഒരു കോവിഡിൻ്റെ ടൈമിലാണ് പ്രോസ്തറ്റിക്സിലേക്ക് തിരിച്ച് 2020 ഡിസൈഡ് ചെയ്യുന്നത് മാറാം, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സ്കൾപ്ചർ ഞാൻ ഒരു സൈഡ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പ്രോസ്തറ്റിക്സ് കൂടി എന്തുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ വരും. സിനിമയിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ബർത്ത് മാർക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ്, തമിഴ് പടം. അത് 2021 റിലീസായ മൂവിയാണ്. അപ്പോൾ അതിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ സ്റ്റോറിയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രഗ്നൻസി, പല പല സ്റ്റേജിലുള്ള പ്രഗ്നൻസി, പിന്നെ ലാസ്റ്റ് ഈ ഒരു ബർത്ത്, കുഞ്ഞ് ജനിക്കുന്ന സീൻസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എഫക്ട്സ് വർക്കുകളാണ് ഞാൻ 2021 ചെയ്തത്. അപ്പോൾ ആ പടം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കൾപ്ചർ പ്രോജക്റ്റിൽ ഞാൻ കുറച്ച് ബിസിയായി, കുറച്ച് വലിയ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതിലെനിക്ക് കുറച്ച് വലിയ പ്രോജക്റ്റുകൾ വന്നു. ഞാൻ കരുണാനിധിയുടെ മ്യൂസിയം ചെന്നൈയിൽ തിരുവാരൂർ എന്ന സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തം നമ്മൾ സ്കൾപ്ചേഴ്സിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അതിൽ തന്നെ തിരക്കായിരുന്നു. പിന്നെ അക്കിനേനി നാഗേശ്വർ റാവു, നാഗാർജുന എൻ്റെ ഫാദർ, അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു. അപ്പോൾ അങ്ങനെ എനിക്കൊരു 2 വർഷം വീണ്ടും സ്കൾപ്ചറിൽ തന്നെ പോയി. ബാക്ക് ടു ബാക്ക് വലിയ പ്രോജക്റ്റുകൾ വന്നപ്പോഴത്തേക്കും എനിക്കൊന്ന് ബ്രേക്കായി. പിന്നെ ഞാൻ 23rd പിന്നെ തിരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ 23rd ഞാൻ ഫസ്റ്റ് ചെയ്തത് എമ്പുരാൻ മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ശ്രീജിത്ത് ഗുരുവായൂർ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അദ്ദേഹമാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സീനിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് അഭിമന്യു സിംഗ് എന്ന് പറയുന്ന വില്ലൻ ക്യാരക്ടർ ചെയ്ത ആൾ മരിക്കുമ്പം ഉള്ളൊരു സീൻ. അതിൽ നമ്മൾ ഒരു സിലിക്കോൺ മാസ്ക് ഉണ്ടാക്കിയായിരുന്നു. എന്നുവെച്ചാൽ ഈ വില്ലൻ്റെ ഫേസ് നമ്മൾ സിലിക്കോണിലൊരു മാസ്ക് പോലെ ചെയ്തു. അപ്പോൾ അത് നമ്മൾ ഡ്യൂപ്പിന് ഉപയോഗിച്ചിട്ട് ഈ ഫൈറ്റ് സീനിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ്, ഈ ബ്രേക്കിന് ശേഷം ചെയ്ത ഫസ്റ്റ് പ്രോജക്റ്റ്. വന്നത് തന്നെ വലിയ സിനിമയായിരുന്നു. അപ്പം അത് വളരെ ചാലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി. എന്നുവെച്ചാൽ നമുക്ക് ഒരാളുടെ ഫേസ് മറ്റൊരാളുടെ മുഖത്തേക്ക് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ടെക്നിക്കലി ഒത്തിരി ചാലഞ്ചുള്ളൊരു ജോലിയാണ്. അപ്പം ശ്രീധരൻ ഓൾറെഡി എനിക്ക് ഈ അഭിമന്യു സിംഗിനേക്കാളും അതേ ഹൈറ്റിൽ കുറച്ച് ചെറിയ ഫേസ് ഉള്ള ഒരാളെ എനിക്ക് സെലക്ട് ചെയ്ത്. എന്നിട്ട് അഭിമന്യു സിംഗിൻ്റെ ഫേസ് കാസ്റ്റ് അതൊക്കെ അവരെനിക്ക് ഗുജറാത്തിൽ നിന്ന് അയച്ചു തന്നു, എൻ്റെ ചെന്നൈ സ്റ്റുഡിയോയിലേക്ക് അയച്ചു തന്നു. എന്നിട്ട് എൻ്റെ ചെന്നൈ സ്റ്റുഡിയോയിലാണ് ഞാൻ ഈ ആളുടെ മോൾഡ് ഉണ്ടാക്കിയത്. അപ്പം ഈ അഭിമന്യുവിൻ്റെ ഫേസ് നമ്മൾ ക്ലേയിൽ വീണ്ടും റീടച്ചും ഡീറ്റെയിലും ഒക്കെ ചെയ്തിട്ട് ഈ ഡ്യൂപ്പിൻ്റെ ഫേസിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാസ്ക് ആക്കി. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സിലിക്കോണിലൊരു ഫേസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ മുഖത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഔട്ട് സൈഡ് ചേഞ്ച് ആകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഉള്ളിൽ നമ്മൾ ഈ ഡ്യൂപ്പിൻ്റെ ഫേസിൻ്റെ ഇംപ്രഷൻ്റെ ഉള്ളിൽ വരുന്ന പോലെ
കാസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഫേസിൽ അയാൾക്ക് പെർഫെക്റ്റ് ഫിറ്റാണ്. വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സിംഗിൻ്റെ ഫേസ് ആയിരിക്കും പുറത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു ഒരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റൽ വർക്കായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് എന്നിട്ട് ഞാൻ പിന്നെ ഗുജറാത്തിൽ പോയി ഇത് ഡ്യൂപ്പിന് സെറ്റ് ചെയ്ത് അങ്ങനെ 2 ട്രയലും കാര്യങ്ങളും. എനിക്ക് ഓൾറെഡി ഒരു ടീമുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 10 വർഷമായിട്ട് സ്കൾപ്ചർ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ടീമുണ്ട്. അപ്പം ഈ സെയിം ടീമാണ് എൻ്റെ സ്കൾപ്ചർ വർക്ക് അവരാ ചെയ്യുന്നത്, മേക്കപ്പ് അവരാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവരെ ട്രെയിൻ ചെയ്തെടുത്ത് നമ്മളൊരു വർക്ക് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ 2 വർഷം ഒരു ഗ്യാപ്പ് വന്നില്ലായിരുന്നു, ഇപ്പൊ ഒരു 5 years ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അന്ന് എനിക്ക് വെച്ചാൽ ഞാൻ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഈ വന്നെല്ലാം ഹ്യൂജ് പ്രോജക്റ്റാണ്. പിന്നെ ഈ വന്ന ക്ലയൻസ് നമുക്ക് അങ്ങനെ നോ പറയാൻ പറ്റാത്ത ക്ലയൻസ്. അപ്പം അത് കാരണം ഞാൻ ഒരു 2 വർഷത്തെ ബ്രേക്ക്. പിന്നെ ഇപ്പൊ തായ്ക്കിഴവിയാണല്ലോ ഇനിയിപ്പോ എന്റെ റിലീസ് ആവാൻ പോകുന്ന പടം തായ്ക്കിഴവി. അത് രാധിക മാമിന്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിന്റെ പുറകിലുള്ള ഒരു അധ്വാനം. അത് ഈ എംബ്രാൻ്റെ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്യാപ്പ് ടൈമിലാണ് എനിക്ക് കോള് വരുന്നത്. അതും എൻ്റെ ഫ്രണ്ട് ടൂണി ജോൺ എന്ന് പോസ്റ്റർ ഡിസൈനർ 24 AM എന്ന് പറഞ്ഞ കമ്പനിയുടെ ആളാണ് എന്നെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫേസിലൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ വൈറലാവും കയറി. അപ്പം അതെ. അപ്പോൾ നമ്മൾ ഈ പഠിക്കാനായിട്ട് ട്രയൽ ചെയ്യുന്നതും പിന്നെ നമുക്കൊരു കണ്ടന്റ് ക്രിയേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഈ പടത്തിലേക്ക് ഒരു എൻട്രി വന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഞങ്ങൾ 2 മാസം എടുത്തു ഈ ഒരു ഫൈനൽ ലുക്ക് അച്ചീവ് ചെയ്യാനായിട്ട്. മാമുമായിട്ട് ഫസ്റ്റ് സംസാരിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ മേക്കപ്പ് എന്നുള്ള രീതിയിൽ എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് തായ്ക്കിഴവി. ഏകദേശം 2 മാസങ്ങൾ കുറേ ട്രയൽ ആൻഡ് എറർ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ ലുക്കിലേക്ക് എത്തിയത്. മാമും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഡയറക്ടർ ശിവകുമാർ മുരുകേശൻ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ആൾക്കും മാമിൻ്റെ ലുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ മധുരയിലുള്ള ഒരു പാർട്ടി, അവിടുത്തെ പാർട്ടിമാർക്കൊരു പ്രത്യേക ഒരു ശൈലിയാണ്. അപ്പം അതേ ചെവി നമ്മൾ നീളത്തിലത് പ്രോസ്തറ്റിക്സിൽ തന്നെ ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. വലിയ ഹോള്. അതെ. അപ്പൊ അത് എനിക്ക് ശിവ എനിക്ക് കുറേ റെഫറൻസ് അവിടുന്ന് എനിക്ക് അയച്ചു തരും. ആള് മധുര പോയിട്ട് ആൾക്ക് വേണ്ടുന്ന ഒരു ലുക്കിൽ വേണ്ടുന്ന പാർട്ടീസിൻ്റെ ഫോട്ടോ കുറേ കളക്ട് ചെയ്തിട്ട് അതെനിക്ക് അയച്ചതുണ്ട്. നമ്മളത് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ലുക്ക് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു പടം. രാധിക മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ്. മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ മാമിന് ആക്ച്വലി പ്രോസ്തറ്റിക്സിനോട് ആദ്യം വലിയ താല്പര്യം ഉള്ള ആളല്ലായിരുന്നു. പക്ഷെ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ആ ഒരു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നായിരുന്നു. കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ആള് എന്തിനു റെഡി എന്ന് പറഞ്ഞിട്ട് വന്നത്. കാര്യം ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫിസിക്കലി ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു ഇത് ബോഡി സൂട്ടും എല്ലാം ഉണ്ടായിരുന്നു. പ്രോസ്തറ്റിക് മേക്കപ്പ് വിത്ത് ബോഡി സൂട്ടാണ് ചെയ്തത്. അപ്പം ഇത് രാവിലെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ ലുക്കിൽ തന്നെ ഇരിക്കണം. അപ്പം അത് തന്നെ ആൾക്ക് ഭയങ്കര ഫിസിക്കലി ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന ഒരു ജോബായിരുന്നു. പക്ഷെ ആ ഒരു റോളിന് വേണ്ടിയിട്ട് മാം നല്ലപോലെ ബുദ്ധിമുട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല ആള്. പക്ഷേ നല്ല എന്താ പറയുക, ആളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. പക്ഷെ ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. നാച്ചുറൽ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യണമല്ലോ, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം? അത് ബേസിക്കലി ഞാൻ എപ്പോഴും എല്ലാ മേക്കപ്പിലും ഞാൻ ശ്രമിക്കുന്നത് അത് മേക്കപ്പ് അല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ അതിന് കൂടുതലും സ്റ്റഡി. നമുക്കിപ്പോൾ ഒരു സ്കിന്ന്, ഇപ്പൊ മാമിന്റെ സ്കിന്ന് മാം നല്ല ഫെയർ ആണ്. അപ്പം ആളുടെ സ്കിൻ നമ്മൾ കുറച്ച് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്കൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ടോൺസ് യൂസ് ചെയ്താണ് ഡാർക്ക് ചെയ്യേണ്ടത് നമ്മളത് കുറേ ട്രയൽ ചെയ്തിട്ടാണ് നമ്മൾ കളേഴ്സ് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെ അത് എനിക്കൊന്നൊരു 4-5 ട്രയൽ നമ്മൾ ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ വെർഷൻ അല്ല നമ്മൾ ഫൈനൽ മൂവിയിൽ കാണുന്നത്. അപ്പോൾ അത് കുറേ നമ്മൾ ട്രയൽ ആൻഡ് എറർ. ഞാനും ശരിക്കും ഡയറക്ടറിന് ഓരോ ചെറിയ കാര്യങ്ങളും ആൾക്ക് ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. എനിക്ക് ഇങ്ങനെ തന്നെ വേണം,
അപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, പല്ലിൻ്റെ ഗ്യാപ്പ്, അതൊക്കെ പിന്നെ ഡയറക്ടറിൻ്റെ പാർട്ടിയുണ്ട്, ആളുടെ ഒരു ലുക്കാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ ഡയറക്ടറിൻ്റെയും മാമിൻ്റെയും രണ്ടുപേരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വലുതാണ്. ഏകദേശം എത്ര സമയം എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട്? നമുക്ക് ഡെയിലി മേക്കപ്പിന് എങ്ങനെയാണെങ്കിലും നമുക്കൊരു 5 to 6 മണിക്കൂർ ഒരു ദിവസം എടുക്കും. വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ലൊക്കേഷനിൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി പിന്നെ അല്ല സത്യത്തിൽ ഞങ്ങൾ ലൊക്കേഷനിൽ എപ്പോഴും നമ്മളാണ് ആദ്യം എത്തുന്നതും ഏറ്റവും ലാസ്റ്റ് പോകുന്നതും. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ്. അപ്പൊ ഉറക്കമില്ലാത്ത ഉറക്കം ഭയങ്കര അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഉറക്കം ഭയങ്കര കുറവായിരിക്കും. പക്ഷെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏർലി ആയിട്ട് നമ്മുടെ വർക്ക് തുടങ്ങും. അപ്പം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം രാത്രി ഒരു 3-4 മണിക്കൂർ മാത്രമേ ഉറങ്ങാനായിട്ട് പറ്റാറുള്ളൂ. ഏറ്റവും വലിയ അപ്രിസിയേഷൻ കിട്ടിയത് എവിടെയായിരുന്നു? കമൽ സാർ. കമൽ സാർ ആക്ച്വലി ഞാനുമായിട്ട് കോണ്ടാക്ട് ഇതുവരെ സംസാരിക്കാനുള്ള അവസരം വന്നിട്ടില്ല. പക്ഷെ മാം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതലേ കമൽ സാറിന് നമ്മൾ ചെയ്യുന്ന ലുക്കുകളെല്ലാം അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു സജഷൻസ് മാമിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ലുക്ക് ചെയ്തതിന് ശേഷം മാം ഫോട്ടോ അയച്ചപ്പോൾ അത് കണ്ടിട്ട് ആൾ നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. പിന്നെ ശിവകാർത്തികൻ മീറ്റ് ചെയ്തത്. ശിവകാർത്തികൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആക്ച്വലി പടത്തിന്. അപ്പം ശിവകാർത്തികൻ എന്നെ മീറ്റ് ചെയ്തപ്പം പറഞ്ഞിരുന്നു അതുപോലെ കമൽ സാറ് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു, വർക്ക് നന്നായിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയൊരു ഒരു അപ്രിസിയേഷൻ. നമ്മുടെ ഇതിനകത്തുള്ള കീ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? സിലിക്കോൺ ഉണ്ട്. സിലിക്കോൺ അതല്ലാതെ പിന്നെ ഏതൊക്കെയായിരുന്നു? ബേസിക്കലി നമ്മളെല്ലാം സിലിക്കോൺ അതിൻ്റെ ബേസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരാളുടെ ഫേസിൽ പ്രോസ്തറ്റിക്സ് ആണ് മാമിന് ആക്ച്വലി നമ്മൾ സിലിക്കോൺ ഉപയോഗിച്ചത് ചെവിക്ക് മാത്രമേ. ബാക്കി നമ്മൾ ഒരു ലാറ്റക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് സ്കിന്ന് ഷ്രിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നാച്ചുറൽ സ്കിന്ന് കുറച്ചൊന്ന് ഷ്രിങ്ക് ആവും. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഏജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് മാമിനെ യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് സിലിക്കോണിൽ ഏജിങ് ചെയ്യുന്നത് നമ്മൾക്ക് ഇപ്പോൾ എൻ്റെ പ്രായം കുറച്ചുകൂടെ കൂട്ടുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിൻ്റെ ഇംപ്രഷൻ സിലിക്കോണിൽ എടുത്തിട്ട് പിന്നീട് ഞാനത് ക്ലേയിൽ സ്കൾപ്റ്റ് ചെയ്യും. എൻ്റെ മുഖത്ത് എന്താണ് അതെ. അപ്പോൾ ആ ഫേസ് കാസ്റ്റിൽ ഞാൻ സ്കൾപ്റ്റ് ചെയ്യും. ഇപ്പോൾ എന്നെ ഏജ്ഡ് ആക്കാനാണെങ്കിൽ ഏജിൻ്റെ റിങ്കിൾസ് അങ്ങനത്തെ ഡീറ്റെയിൽ, അതല്ല എന്നെ ഒരു ക്രീച്ചറായിട്ട് മാറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് എന്ത് രൂപമാറ്റം വരുത്താം. അപ്പോൾ അത് എന്താണ് മാറ്റം വരുത്തേണ്ടത് അത് ഞാൻ ക്ലേയിൽ സ്കൾപ്റ്റ് ചെയ്യും. സ്കൾപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഡിവൈഡ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് മോൾഡ് പ്ലാൻ ചെയ്തിട്ട് നമ്മളിത് പല പീസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മോൾഡ് ചെയ്യും. മോൾഡ് ചെയ്തതിന് ശേഷം ഇത് സിലിക്കോണിൽ നമ്മളൊരു തിന്നൊരു മെംബ്രെയിൻ പോലൊരു ക്യാപ്ലാസ്റ്റിക് എന്ന് പറയും. അപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ സിലിക്കോൺ കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്ലാസ്റ്റിക് നമുക്ക് ഇത് എടുത്ത് ഒട്ടിക്കാനും എഡ്ജ് ബ്ലെൻഡ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പം അത് എടുത്തതിന് ശേഷം പിന്നെ സിലിക്കോണിൻ്റെ ഗ്ലൂസ് ഉണ്ട്. പ്രോസൈഡ് എന്ന് പറയുന്ന ഗ്ലൂ ഉണ്ട്. പിന്നെ വേറെ സിലിക്കോണിൻ്റെ തന്നെ ഗ്ലൂസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫേസിൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഫേസിൽ വരേണ്ട ചേഞ്ച് ചെയ്ത ആ സിലിക്കോൺ പീസ് നമ്മൾ ഒട്ടിക്കും. സിലിക്കോൺ അപ്ലയൻസസിനാണ് പറയുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കും. അപ്പോൾ സ്കിന്നോടെ മാച്ച് ചെയ്യണം, സ്കിന്ന് മാച്ച് ചെയ്യുന്ന പോലത്തെ പെയിൻറ്റ്. അതല്ല വേറെ എന്തെങ്കിലും ക്രീച്ചറോ അങ്ങനത്തെ ആണെങ്കിൽ എന്ത് കളറാണോ ആ കളർ നമ്മൾ ഇത് സ്കിന്നിൽ പെയിൻറ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നത്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ജോലി. എന്ന് വെച്ചാൽ ഇത് ത്രൂ ഔട്ട് എന്ന് വെച്ചാൽ ഇത് വിയർപ്പ് വരുമ്പോഴത്തേന് ഇത് ഇളകും. പിന്നെ നമ്മളിപ്പം അറിയേണ്ട സ്ക്രാച്ച് ചെയ്യുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെയൊക്കെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മള് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സഹിക്കുക ഇങ്ങനെ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ടച്ചൊക്കെ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിലീഫ് ചെയ്യാനേ പറ്റത്തുള്ളൂ. വൈകുന്നേരം വരെ. പിന്നെ നമ്മളിത് ഫേസിൽ ഒട്ടിക്കുമ്പോഴത്തന്നെ ഫേസ് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. സിലിക്കോൺ അല്ലേ. അപ്പം നമുക്ക് ചില എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ ഒന്ന് കുറച്ച് എക്സാജറേറ്റ് ചെയ്യേണ്ടി വരും ചില സ്ഥലങ്ങളിൽ. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഏറ്റവും തിന്നായിട്ട് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് ഒരു തിൻ മെംബ്രെയിൻ പോലെ. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻസിനെ അധികം ബാധിക്കത്തില്ല. സിലിക്കോൺ ഒരുപാട് ഹെവി ആയി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ ആ സെയിം ചിരി
ഇതിലേക്ക് ക്യാപ്ചർ ആയി എന്ന് വരത്തില്ല. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള അതുപോലെ ഈ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ നോക്കി ചെയ്യണം അങ്ങനെ. ലൈറ്റിംഗ് ബേസിക്കലി സിലിക്കോണിന് നമ്മുടെ ഒരു സ്കിന്നിന്റെ ടെക്സ്ചർ അല്ല. എന്നുവെച്ചാൽ ഇത് പെയിന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കുറച്ചൊരു ഒപ്പേക്ക് ഫീൽ വരും. അപ്പം അത് നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റിന്റെ അളവും പിന്നെ ലൈറ്റിങ്ങും എല്ലാം കൂടി വരുമ്പോഴാണ് നമുക്കിതിനെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സിലിക്കോൺ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരാൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും പുള്ളിയുടെ ഫേസിൽ സിലിക്കോൺ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ക്യാമറ വലിയൊരു ഫാക്ടറാണ്. ക്യാമറ ലൈറ്റിങ്ങും കൂടി വന്നാൽ മാത്രമേ നമുക്ക് അതൊരു റിയലിസ്റ്റിക് ആയിട്ട് ഫ്രെയിമിൽ പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ റിമൂവൽ പ്രോസസ് എന്ന് പറയുന്നത് റിമൂവലും സ്കിന്ന് ഡാമേജ് ആവരുത്. സ്കിന്ന് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടഡ് ഹോളിവുഡിൽ യൂസ് ചെയ്യുന്ന സെയിം പ്രോഡക്റ്റുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ എഫക്ട്സിന് പൊതുവേ വരുന്ന എല്ലാം ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റുകൾ എന്നുവെച്ചാൽ 1-2 കമ്പനികളേ ഉള്ളൂ ഇതിൻ്റെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ എല്ലാം തന്നെ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ചീപ്പ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഞാനിങ്ങനെ കണ്ടിട്ടില്ല ആക്ച്വലി. പക്ഷെ എന്നാലും നമ്മൾ സ്കിന്നിൽ ഓരോരുത്തരുടെയും സ്കിൻ അനുസരിച്ച് ചില ആൾക്കാരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഇത് എല്ലാം ഒട്ടിച്ചിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ബ്രഷൊക്കെ വെച്ചിട്ടാണ് ഒരു റിമൂവർ ഓരോ ഓയിലുണ്ട് അത് വെച്ചിട്ടായിരിക്കും റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക ഈ കണ്ണിന് ചുറ്റും ഭയങ്കരമായിട്ട് എരിച്ചിൽ വരും. സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണ്ണിൻ്റെ എരിച്ചിലാണ്. രാധിക മാമിനാണെങ്കിലും കണ്ണായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം 2-3 ദിവസം കണ്ടിന്യൂസ് ഷൂട്ട് കഴിയുമ്പോഴത്തേന് ആൾക്ക് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു കണ്ണിന് പെയിൻ ഭയങ്കരമായിട്ട് വരും. അപ്പം അതൊക്കെ നമ്മളിത് കഴിയുമ്പോൾ സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെ എന്തെങ്കിലും സ്കിൻ കെയർ ഞാൻ സാധാരണ ചോദിച്ചാൽ ആലോവേര ജെൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് മാക്സിമം ബ്രേക്ക് കൊടുക്കാൻ ശ്രമിക്കും. ഒരു 2-3 ദിവസം ഷൂട്ടാണെങ്കിൽ ഒരു ദിവസം ബ്രേക്ക് ഷെഡ്യൂളിൽ പോസിബിൾ ആണെങ്കിലും അങ്ങനെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് പോകാൻ നോക്കും. അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഷൂട്ട് ചെയ്തിട്ട് ഒരു ബ്രേക്കിന് ശേഷം പിന്നെ ഷൂട്ട് ചെയ്യണം പോലെ. അപ്പം അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആവും. എന്ന് വെച്ചാൽ നമ്മളിത് ഫേസിൽ രാവിലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആണ്, നമ്മൾ റിമൂവ് ചെയ്യുന്നത് നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഡേ ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ വെയിൽ കൊള്ളുന്നില്ല സ്കിൻ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് വരുമ്പോഴത്തേനും സ്കിന്ന് കുറച്ചൊന്ന് സെൻസിറ്റീവ് ആവും. അതിന്റെ പുറകിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം ഓൾറെഡി റാഷസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് നമ്മൾ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചിട്ട് പിന്നെ ഇളക്കുമ്പോഴത്തേനും അവിടെ കുറച്ച് പെയിൻഫുൾ ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയും ഒരു വർഷം കൊണ്ട് ഏകദേശം എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടാവും? ഞാൻ ഇപ്പൊ ഈ ഞാൻ എമ്പുരാനായിരുന്നു ഫസ്റ്റ് ചെയ്തത്. ഞാനൊരു 2024 ആ ഒരു മിഡ് ടൈമിൽ എപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ഷൂട്ട് നമ്മുടെ പ്രോജക്റ്റിന്റെ വർക്ക് നടന്നത്. അപ്പോൾ അതിനുശേഷം എംബ്രാൻ കഴിഞ്ഞിട്ട് എനിക്ക് എൻക്വയറി ഫസ്റ്റ് വന്നത് രാജമൗലി സാറിൻ്റെ പ്രോജക്റ്റാണ്, വാരണാസി. അതെ. അപ്പം അത് എൻക്വയറി വന്നു. ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ വി ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അല്ല, എനിക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ആയിരുന്നു. സംസാരിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ഒരു 9 മാസമായിട്ട് ആ പടം വർക്ക് ചെയ്യുന്നു. അപ്പം സാറോട്ട് നല്ലൊരു എന്താ പറയുക അടുപ്പം എന്നല്ല, നല്ലൊരു ബോണ്ടിങ് ഉണ്ട് ആളായിട്ട്. അപ്പം ഇപ്പം എൻ്റെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു, ഞാൻ ചെയ്ത പോർഷൻസ് എല്ലാം കഴിഞ്ഞു. എൻ്റെ മെയിൻ പോർഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അറിയില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എൻക്വയറി വന്നിട്ട് അതങ്ങനെ നിന്നു ആക്ച്വലി ആദ്യം വന്നതിന് ശേഷം. അപ്പോൾ അതിനുശേഷമാണ് തായ്ക്കിഴവി ചെയ്തത് രാധിക മാമിൻ്റെ. അപ്പം ഞാൻ അത് ഫിനിഷ് ചെയ്തു. പിന്നെ രാഘവ ലോറൻസ് സാറിൻ്റെ പടം സ്റ്റാർട്ടായി. അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തിരിച്ച് വീണ്ടും കോൾ വന്നു. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സാമ്പിൾ വർക്ക് തരാം, ചെയ്ത് നോക്കിയിട്ട് പോർട്ട്ഫോളിയോ പോലെ. അപ്പം അതെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ എനിക്കൊരു സാമ്പിൾ വർക്ക് പോലെ ചെയ്ത് കാണിക്കാൻ അതൊന്നും പറയേണ്ടി വരില്ല. നമ്മള് 2-3 പടത്തിന്റെ പേരൊക്കെ തായ്ക്കിഴവി. അതെ, എനിക്ക് ആ എൻക്വയറി വരുന്ന സമയത്ത് ഞാൻ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഫിലിമിൽ കാണിക്കാൻ എനിക്കൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പം ബർത്ത് മാർക്കിൻ്റെ വർക്കും പിന്നെ അതുവരെ ചെയ്ത വർക്കുകളെ കാണിക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഈ ട്രയൽ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അതിനുശേഷം എനിക്ക് ഫുൾ ബാക്ക് ടു ബാക്ക് ഞാൻ നല്ല ബിസി ആയിരുന്നു.
പിന്നെ DSC വരുന്നത്. DSCന്റെ ഇടയ്ക്കാണ് വന്നത് ആക്ച്വലി. എന്നുവെച്ചാൽ ഞാൻ ഈ രാജമൗലി സാറിൻ്റെ വർക്കിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്താണ് DSC സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് റോണക്സ് ആണ് വന്നത്, റോണക്സ് സേവർ വഴിയാണ് വന്നത്. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. അല്ല, എല്ലാ നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റും. അതെ, എനിക്ക് ആ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് ഞാൻ ചെയ്ത പ്രോജക്റ്റ് അല്ല, ഏറ്റവും ബെസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെയും ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസിൻ്റെയും കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്ക് ഏതായിരുന്നു? ചാലഞ്ചിങ് രാജമൗലി സാറിൻ്റെ മൂവിയാണ്. വാരണാസി ആയിരുന്നു. ഭയങ്കര ചാലഞ്ച്. ഈച്ച് ഷോട്ട് നമുക്ക് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയവും എല്ലാം സ്പെൻഡ് ചെയ്ത ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ്. ഏകദേശം എത്ര? ഞാൻ അതിപ്പോൾ ഓൾമോസ്റ്റ് 9 months ഞാൻ വർക്ക് ചെയ്തു പടത്തിൽ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഒക്കെ ക്ലാഷ് ആയി പോയാൽ എന്ത്? അല്ല, ഞാൻ ഈ 9 months ഞാൻ വേറെ ഇങ്ങനെ വർക്കുകളൊന്നും അധികം കാണില്ല. ഞാൻ പിന്നെ പൊതുവേ കുറച്ച് പ്രോജക്റ്റുകൾ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടേ ഞാനൊരു വർക്ക് കമ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാക്സിമം ഡേറ്റ് ക്ലാഷ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എന്നാലും വരും. നമുക്ക് ചിലപ്പം പല ഡേറ്റുകൾ അങ്ങോട്ടും മാറുമ്പം ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അത് നല്ല നല്ല സിനിമകളും മിസ്സായി പോകും. ഞാൻ നല്ലപോലെ പ്രോജക്റ്റിൽ മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് GD നായിഡുവിൻ്റെ പ്രോജക്റ്റ്, മാധവൻ സാറിൻ്റെ പടം, അത് മിസ്സായി. പിന്നെ 1-2 പ്രോജക്റ്റുകൾ അങ്ങനെ നല്ല പ്രോജക്റ്റ്. അതെ, നമുക്ക് ഒരേ സമയത്ത് വരുന്ന 2 പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ടീം അങ്ങനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 2-3 വർക്കൊക്കെ ഒരുമിച്ച് അങ്ങനെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പം അതെ, എൻ്റെ ടീമും ട്രെയിൻഡായി വരുന്നേ ഉള്ളൂ. അപ്പം ഞാനും അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. നമുക്ക് 2-3 പ്രോജക്റ്റൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ടീം ബിൽഡ് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് സ്കൾപ്ചറിങ് എന്ത് ചെയ്യും? സ്കൾപ്ചർ ഞാനിപ്പോൾ 2 വർഷമായിട്ട് ടോട്ടലി ഓഫാണ്. ഞാൻ പ്രോജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ വർഷം ഞാൻ വീണ്ടും എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ മാത്രം ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷനും സെയിൽസും മാത്രം ഫോക്കസ് ചെയ്യാൻ പ്ലാനുണ്ട്. കമ്മീഷൻ വർക്കുകളില്ലാതെ എൻ്റെ ഒരു ബ്രാൻഡുണ്ട്. അപ്പോൾ ആ ബ്രാൻഡിന് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം എനിക്കത് സ്കൾപ്ചർ വിട്ടിട്ട് പോകാൻ എനിക്ക് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നാൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ തീർച്ചയായിട്ടും മാറ്റി വയ്ക്കുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോയപ്പോൾ 2 കൊല്ലത്തോളം ഞാൻ സ്കൾപ്ചർ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഫൈൻ ആർട്സ് കോളേജ് ജോയിൻ ചെയ്തത്. എനിക്കത് അതിൽ നിന്ന് മാറി ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. പിന്നെ അത് വലിയൊരു ആർട്ടാണ് സ്കൾപ്റ്റിങ്. അപ്പം അതിൽ ഞാൻ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ പുറകിൽ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ. അതെ, ഞാനൊരു സ്കൾപ്റ്റർ ആയതുകൊണ്ട് എനിക്ക് പ്രോസ്തറ്റിക്സ് കുറച്ച് ഈസിയാണ്. എനിക്ക് സ്കൾപ്റ്റിങ് ഞാൻ കുറേ വർഷം ഞാൻ കൂടുതലും പോർട്രേറ്റ് ആണ് സ്പെഷ്യലൈസ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുള്ള പ്രോജക്റ്റുകളും ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻസാണ്. ഇപ്പോൾ ഒരാളുടെ ഫേസ് മറ്റൊരാളുടെ ക്യാരക്ടറിലേക്ക് പ്രോസ്തറ്റിക്സിലൂടെ മാറ്റാൻ പറ്റുന്ന പ്രോജക്റ്റുകളാണ്. ബോഡിയും ഫേസും നമുക്ക് വേറെ ഒരാളുടെ ഒരു ബോഡി ശൈലി നമുക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രോജക്റ്റാണ് എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ കൂടുതൽ താല്പര്യം. ഞാൻ പഠിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഡിസ്കഷനിലുള്ളത് മഹാവന്തി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ്, നരേന്ദ്രമോദിയുടെ ബയോപിക്. അപ്പോൾ അതിൻ്റെ വെരി ഇനിഷ്യൽ സ്റ്റേജിൽ എത്തിയിട്ടേ ഉള്ള പ്രോജക്റ്റ്. അപ്പോൾ അത് ഞാൻ വളരെ എന്താ പറയുക ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി ചെയ്യുന്നൊരു പറ്റാണ്. ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ സിനിമകളാണ്. അതിൻ്റെ ഒരു ചലഞ്ചസ് എന്തോരം ഉണ്ടാവും? അതിൽ ചാലഞ്ച് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ഇപ്പോൾ ഫേഷ്യൽ അനാട്ടമി ഒരുപോലെ മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാരല്ല ആരും. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ബയോപിക്കിൽ നമുക്ക് നരേന്ദ്രമോദിയുടെ ഒരു ബോഡി ലാംഗ്വേജാണ് കൊണ്ടുവരുന്നത്. അപ്പം അത് ആക്ടറിന് ഉണ്ണിമുന്തനാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ബോഡിയായിട്ട് നമുക്കിത് എങ്ങനെ മാച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഡയറക്ടറിന് നരേന്ദ്രമോദിയുടെ അതേ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ടെക്നിക്കലി എത്രത്തോളം നമുക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി അത് ഫൈനലൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ജസ്റ്റ് വെരി ഇനിഷ്യൽ സ്റ്റേജാണ്. അപ്പം ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എത്രത്തോളം നമുക്കത്
സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ലുക്ക് ടെസ്റ്റിന് ശേഷം നമുക്കത് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഇപ്പം സാധാ മൂവീസിൽ ചെയ്യുന്നത് ഹെയർ സ്റ്റൈലിലും ഡ്രസ്സിങ്ങിലും ഉള്ള ചേഞ്ച് വെച്ച് മാത്രം. കോസ്റ്റ്യൂംസ് വെച്ച്, കോസ്റ്റ്യൂംസും ഇപ്പം എല്ലാ മിക്കവാറും ബയോപിക് എല്ലാം കൂടുതലും ഹെയർ സ്റ്റൈൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ സിലിക്കോൺ പ്രോസ്റ്ററ്റിക്സ് കൂടെ വരുമ്പം കുറച്ചുകൂടെ നമുക്കൊരു ഒരു നിയർ ബൈ ഒരു റിസംബ്ലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റും. പക്ഷെ അത് ഹൈലി ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ഒരു ജോലിയാണ്. കാര്യം ഈ പ്രോസ്റ്ററ്റിക്സ് എപ്പോഴും നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് മിസ്സായി കഴിഞ്ഞാൽ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട്. അതിപ്പോൾ അതിൻ്റെ കളറിങ് ആയാലും അല്ലെങ്കിൽ നമ്മൾ ഈ ഫേസിൽ ഒട്ടിക്കുന്നതിൻ്റെ പൊസിഷൻ ചെറുതായിട്ട് മാറിയാലും ചിലപ്പോൾ ചിരിക്കുമ്പോൾ ആ ചിരി കിട്ടത്തില്ല. പക്ഷെ നമ്മൾ മസിലിൻ്റെ പുറത്തല്ലേ സിലിക്കോൺ ഒട്ടിക്കുന്നത്. അപ്പോൾ ആ പ്ലേസ്മെൻറ്റ് മിസ്സായാൽ തന്നെ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ മിസ്സായി. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഹൈലി ചാലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റേജുകളുള്ള ഒരു പ്രൊഫഷൻ, ഒരു വർക്കാണ് അത്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അതുപോലെ റഹ്മാൻ സാറ് എൻ്റെ ഒരു പ്രോഗ്രാം എൻ്റെ കോളേജ് സ്പോൺസർ ചെയ്തായിരുന്നു, ഒരു ലൈവ് ഷോ. അപ്പോൾ ആൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിതുപോലെ 3 പോർട്രേറ്റ് ചെയ്യാം, ആളുടെ യങ് ഏജ്, പ്രസൻറ്റ് ഏജ്, പിന്നെ ഫ്യൂച്ചർ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക്. അത് ഞാൻ 3 പെൻസിൽ സ്കെച്ച് ചെയ്തിട്ട് ഞാൻ റഹ്മാന് ഡയറക്റ്റ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൾപ്ചേഴ്സും കാര്യങ്ങളെല്ലാം കാണിച്ചു. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അന്ന് പിന്നെ ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ ഇപ്പൊ കമൽ സാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ AR റഹ്മാൻ സാറുമായിട്ടുള്ള ഒരു സംഭവം കൂടെ അത് വളരെ പണ്ടാണ്. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കോളേജ് AR റഹ്മാൻ്റെ ഒരു ഷോ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പോൺസർ ചെയ്ത ഷോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ 3 പോർട്രേറ്റ് വരച്ചു. ഒന്ന് ആളുടെ ഏറ്റവും യങ് ആയിട്ടുള്ള ഇമേജും, പിന്നെ ആ സമയത്ത് ഭയങ്കര കൂട്ടത്തിലെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണോ കോണ്ടാക്ട് ചെയ്തത്? എൻ്റെ കോളേജിൽ ഞാനായിരുന്നു വരയ്ക്കുന്നതിലൊക്കെ ഞാനായിരുന്നു കുറച്ച് ബെറ്ററായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ഫിലിം മേക്കിങ്ങിൽ പൊതുവേ ഈ വരയ്ക്കുന്ന ആൾക്കാർ എൻ്റെ ബാച്ചിൽ കുറവായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം പിന്നെ കോളേജായിട്ട് എനിക്ക് നല്ല അടുപ്പമായിരുന്നു എല്ലാവരുമായിട്ട്. അപ്പം അങ്ങനെ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ആളുടെ ഫ്യൂച്ചർ പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു AR റഹ്മാൻ്റെ പോർട്രേറ്റും കൂടി വരച്ചിട്ട് ഇത് 3 കൂടി ഞാൻ AR റഹ്മാൻ സാറിന് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം യങ് ഏജ് നോക്കി നന്നായിട്ടുണ്ട്, പിന്നെ പ്രസൻറ്റ് നോക്കി അത് ഓക്കെ എന്ന് പറഞ്ഞു. മറ്റേ നോക്കട്ടെ ഇത് കണ്ടിട്ട് ഭാഗവതറിൻ്റെ കൂട്ടുണ്ടല്ലോ എന്ന്. ഫ്യൂച്ചറിലുണ്ട് ഭാഗവതറിൻ്റെ കൂട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് മുടിയൊക്കെ നീട്ടിയിട്ടാണ് വരച്ചത്. അപ്പം അങ്ങനെ പിന്നെ ആള് കുറച്ച് ഒരു 10-15 മിനിറ്റ് നേരം അദ്ദേഹത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ എൻ്റെ സ്കൾപ്ചേഴ്സ് എല്ലാം കാണിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ മോണോലിസയുടെ ഒരു പോർട്രേറ്റ് അന്ന് ചെയ്തിട്ടുണ്ട്, ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ആള് നന്നായിട്ടുണ്ട്, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വർക്കുകൾ ചെയ്യുന്നുണ്ടല്ലോ, നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഒരു ഓട്ടോഗ്രാഫും എപ്പോഴും എൻ്റെ ഭദ്രമാണ്. ഇപ്പൊ ചെയ്തതിനകത്ത് വെച്ചിട്ട് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് എല്ലാം നമ്മൾ ആയിട്ടാണ് വരുന്നത്, നമുക്ക് കംപ്ലീറ്റ്ലി ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് മാമിൻ്റെ രാധിക മാമിൻ്റെ വർക്ക് എനിക്ക് അങ്ങനത്തെ ഒരു പ്രോജക്റ്റാണ്. കാര്യം അതെനിക്ക് എപ്പോഴും അതെൻ്റെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റും കൂടിയാണ്. പിന്നെ ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു പടം കൂടെയാണ് ആ സമയത്ത്. കാര്യം നമ്മൾ ടെക്നിക്കലി പല കാര്യങ്ങളും നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു നമ്മൾ ആക്ച്വലി ഷൂട്ടിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്നാണ് നമ്മൾ ഫൈനൽ ലുക്ക് മൊത്തം സെറ്റ് ചെയ്ത് അന്ന് രാവിലെയാണ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഡേ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം എന്നുവെച്ചാൽ നെക്സ്റ്റ് ടേക്ക് പോവാണ്, നമുക്ക് ഇനി ട്രയലിന് സമയമില്ല. നമ്മൾ കുറേ ട്രയൽ ചെയ്തു. പക്ഷെ അന്ന് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശിവ എന്നെ വന്നിട്ട് ഹഗ് ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്കൊരു നല്ലൊരു എന്നും എനിക്ക് ഓർമ്മയിൽ ഉണ്ടാവുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും, എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റിയൊരു പ്രോജക്റ്റ്. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് പറയുന്നത് ഇനിയിപ്പോൾ റിലീസ് ആവാൻ പോകുന്നത് ഫെബ്രുവരി 20. പിന്നെ രാഘവ ലോറൻസ് സാറിൻ്റെ പടം അത് ഡേറ്റ് എനിക്കൊന്ന് ഏപ്രിൽ കഴിഞ്ഞിട്ട് എപ്പോഴും തോന്നുന്നു ആദ്യം ഇറങ്ങാൻ പോകുന്നത് തായ്ക്കിഴവിയായിരിക്കും. ആദ്യം തായ്ക്കിഴവിയാണ്. 26 ആദ്യത്തെ മൂവി തായ്ക്കിഴവിയാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ 25 വർക്ക് ചെയ്ത എല്ലാ മൂവീസിലും റിലീസ് ആവാൻ പോകുന്നത് തായ്ക്കിഴവിയാണ്. ഇനിയിപ്പം
അടുത്തടുത്ത റിലീസ് ഇപ്പൊ DSCRയുടെ ഭാഗമായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങനെ പറയാൻ അത് പറ്റില്ല. പറയാൻ ആക്ച്വലി ഒരു എഗ്രിമെന്റ് ഉണ്ട്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉണ്ട്. അത് ഒരു റീസൺ ആണ്. പിന്നെ രാഹുൽ എന്നോട് ആക്ച്വലി അങ്ങനെ വെക്കുന്നത് എന്തിനാ? അതായത് അല്ല രാഹുൽ എന്നോട് ഡയറക്റ്റ് പറഞ്ഞൊരു കാര്യം, ഞാൻ വർക്ക് ചെയ്തതിന്റെ ഏറ്റവും സസ്പെൻഡ് എലമെന്റ് ആണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പൊ ഞാനത് റിവീൽ ചെയ്ത് കഴിഞ്ഞാല് ആ സിനിമയുടെ ഒരു അതിന്റെ ആ ഒരു മിസ്റ്ററി മിസ്സായി പോകും. അപ്പൊ ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് പറയുകയാണെങ്കിലോ ആ ഒരു മിസ്റ്ററി മിസ്സായി. ഇപ്പോഴും പല ആൾക്കാർക്കും അറിയത്തില്ല എങ്ങനെയാണ് ടെക്നിക്കലി ഇതിന്റെ ഒരു കാര്യം റിവീൽ ചെയ്യാത്തതുകൊണ്ട് ആ മൂവിന്റെ ഒരു ബ്യൂട്ടി അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ മൂവി ഇറങ്ങി കഴിഞ്ഞാൽ അത് പറയണ്ട, അങ്ങനെ അല്ല രാഹുലിന് അങ്ങനെ ഒരു വേണമായിരുന്നു. ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതിനെ ട്രൂലി റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ടെക്നിക്കലി അതിനെപ്പറ്റി ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ സംസാരിക്കാത്തത് ആ ഒരു റീസൺ കൊണ്ടാണ്. വാരണാസി ഓൾറെഡി എഗ്രിമെന്റഡ് ആണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ്, നോൺ ഡിസ്ക്ലോഷർ. അത് ഇതുപോലെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ സംസാരിക്കാം. പക്ഷെ സിനിമ ഇറങ്ങുന്നിടം വരെ കുറച്ച് സമയം എടുക്കുമല്ലോ മൂവി റിലീസ് ആവാനായിട്ട്. അപ്പൊ അതുവരെ ഇതിന്റെ ഒരു ഡീറ്റെയിലും നമ്മൾ പുറത്ത് ഞാൻ ആർക്കാ വർക്ക് ചെയ്തത്, എന്താണ് ചെയ്തത്, അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ല. ഇതിന്റെ ഭാഗമായിരുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും എനിക്ക് എന്തായാലും എൻ്റെ ഒരു എന്താ പറയാ ആ പടത്തില് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഉള്ള സീൻസുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോസോ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാഗ്രാമിലൊന്നും, ഞാൻ ജസ്റ്റ് പോസ്റ്റർ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. പടത്തിൽ വർക്ക് ചെയ്തെന്നുള്ള എൻ്റെ പോസ്റ്റർ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇനി ധാരാളം നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റട്ടെ. താങ്ക് യു.